എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ചെറുപുഴ ആറാട്ടുകടവ്. ഇന്ന് ചെറുപുഴ ഉത്സവത്തിൻ്റെ അവസാന ദിനമാണ്. നമുക്കിവിടെ കുറച്ച് നമ്മുടെ നാട്ടുകാരുണ്ട്. നമുക്ക് അവരോട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാം. പ്രിയപ്പെട്ട നാട്ടുകാരുണ്ട്, നമുക്ക് ഇവരോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. ഒരു ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കാം. ചേട്ടൻ തന്നെ പറയും. സ്വാമി ശരണയ്യപ്പ. ഇത് നമ്മളെ ഉത്സവ ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഉത്സവത്തിന് ആറാട്ട് ലാസ്റ്റ് ദിവസം ആറാട്ടാണ്. ആറാട്ടിന് അവിടുന്ന് ആനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളിച്ച് ഇവിടെ വന്ന് ആറാട്ട് നടത്തി വരുന്ന സമയത്ത് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതിൻ്റെ പേര് പാനകവെള്ളം എന്നാണ്. ഇതിനകത്ത് പല ഔഷധങ്ങളും ഇതിനകത്തുണ്ട്. ചുക്ക്, പിന്നെ ജീരകം, കുരുമുളക്, വെല്ലം ഇങ്ങനെയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഔഷധ കൂട്ടാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എന്ന് വെച്ചാൽ ജലദോഷം, കഫക്കെട്ട്, ചുമ, തലവേദന, ചെറിയ പനികൾ ഇതെല്ലാം മാറിക്കിട്ടും. ഇതിപ്പോൾ നടത്തി വരുന്നത് ചെറുപുഴ അമ്പലത്തിൻ്റെ കീഴിൽ തന്നെയാണ്. ഇത് ഞങ്ങൾ നടത്തുന്നത് അരിയിരുത്തി മുനിയങ്ങുന്ന ഏരിയ കമ്മിറ്റിയാണ്. മുഴുവൻ ആൾക്കാരും ഇതിന് പങ്കെടുക്കും. ഇതെല്ലാവരും അവിടുന്ന് ഇപ്പം ആൾക്കാരെല്ലാവരും ഇങ്ങോട്ട് വരും. വന്നപ്പോൾ നമ്മളിന്ന് വിതരണം ചെയ്യും. ഇത് നല്ലൊരു ഔഷധ സാധനമാണ്. ആർക്കും കുടിക്കാം, ഒരു കുഴപ്പമില്ല. ഇതും പറയാൻ കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു പരിപാടിയാണിത്. 7 ദിവസത്തെ ഉത്സവത്തിന് രാത്രിയിൽ ഉറക്കൊഴിയും മഞ്ഞുകൊള്ളുകയും ചെയ്യുന്നവർക്ക് ചെറിയ തൊണ്ടവേദന, ജലദോഷം ഇതൊക്കെ ഉണ്ടാവും. ഇത് മാറുന്നതിനായി ആറാട്ടിൻ്റെ അന്ന് ഒരു ഔഷധക്കൂട്ടെന്ന നിലയിൽ ഈ പാനകവെള്ളം കൊടുക്കുക എന്ന ഒരു ചടങ്ങ് വളരെ കാലങ്ങളായിട്ട് നടന്നു പോവുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം അരിയിരുത്തി മുനയംകുന്ന് കാഴ്ച കമ്മിറ്റിയാണ് ഇത്രയും കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷവും അത് ഭംഗിയായി നടത്താൻ വേണ്ടി കമ്മിറ്റി അംഗങ്ങളെല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. രാവിലെ തന്നെ പാനകവെള്ളം റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ ആനപ്പുറത്ത് ഭഗവാന്റെ ആറാട്ടിനുള്ള എഴുന്നള്ളത്ത് എത്തുന്നതായിരിക്കും. എത്തുന്നതോടുകൂടി അതിൻ്റെ കൂടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അത് വിതരണം ചെയ്യുന്നതിനായി എല്ലാ കമ്മിറ്റി മെമ്പർമാരും ഇവിടെ റെഡിയായിരിക്കുകയാണ്. അന്നേരം നമുക്ക് ഇത്ര സമയം ഇവിടുത്തെ നല്ല അറിവ് പങ്കുവെച്ച ഇവർക്കെല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ചേട്ടൻ്റെ പേരെങ്ങനെ? രാഘവൻ. അതെ ചേട്ടൻ്റെ സുനിൽ. അതെ. അന്നേരം എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. ഓക്കെ.